അദ്ദേഹത്തിൻ്റെ അടുത്ത് ഹിയറിംഗ് ആവശ്യപ്പെട്ടിട്ട് 1.5 കൊല്ലമായിട്ട് അദ്ദേഹത്തിന് സമയം കിട്ടിയിട്ടില്ല ഹിയറിംഗ് നടത്താൻ. പക്ഷേ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. വഴിയെ പോകുന്ന ഏതോ ഒരാൾ പരാതിപ്പെട്ടിരിക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡാണ്, സ്ട്രെയിറ്റ് അവേ സസ്പെൻഷനാണ്. അല്ലാതെ എന്താണ് പരാതി എന്ന് ഞാനെങ്കിലും അറിയണ്ടേ? ഒരു മിനിമം മര്യാദയൊക്കെ ഉണ്ട്. ഒരു സസ്പെൻഷൻ ഓർഡറാണ് കണ്ടത്, അതും ഒരു സ്വകാര്യ വ്യക്തിയുടെ പരാതിയുടെ പുറത്താണെന്നാണ് കാണുന്നത്. ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള വിഷയമാണ്. അപ്പോൾ ഇവിടെ ഒരു തേർഡ് പേഴ്സൺ എന്താണ് റോളെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഏതോ ഒരു വ്യക്തിയുടെ പരാതിയുടെ പുറത്താണെന്ന് പറയുന്നത്, ആ പരാതി ഞാൻ കണ്ടിട്ടില്ല, അതിൻ്റെ പുറത്ത് ഒരു അഭിപ്രായമോ ഒന്നും ചോദിച്ചിട്ടില്ല, ഒരു ഹിയറിംഗ് നടത്തിയിട്ടില്ല. ഒരു വ്യത്യാസം കഴിഞ്ഞ തവണത്തെ സസ്പെൻഷനിൽ നിന്ന് ഉള്ളതെന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ തവണ ആരുടെയും പരാതി ഇല്ലായിരുന്നു. ആർക്കും പരാതിയില്ലാത്ത, അതായത് ഡോക്ടർ ജയതിലക് എന്ന് പറഞ്ഞ വ്യക്തിക്ക് വിഷമം തോന്നി, ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് വിഷമം തോന്നി. ആ വിഷമം പരിഹരിക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ തവണത്തെ സസ്പെൻഷൻ ഉത്തരവ് ഇട്ടത്. അതിനകത്ത് ഈ പറഞ്ഞ 2 വ്യക്തികളുടെയും പോലും പരാതി ഉണ്ടായിരുന്നില്ല. ഇത്തവണ വഴിയെ പോകുന്ന ഏതോ ഒരാളുടെ പരാതിയുണ്ട്. അദ്ദേഹത്തിന് എന്തായിരുന്നു പരാതി എന്ന് എനിക്ക് അറിയില്ല. കാരണം ആ പരാതിയുടെ കോപ്പി പോലും നമുക്ക് തന്നിട്ടില്ല, ഹിയറിംഗ് നടത്തിയിട്ടില്ല, സസ്പെൻഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സോ നമുക്ക് അറിയില്ല. വളരെ വേഗമായിട്ടുള്ള ഒരു ഉത്തരവാണ്. നിയമപരമായിട്ട് നിലനിൽക്കുന്നതാണെന്ന് തോന്നുന്നില്ല. നിയമപരമായിട്ടുള്ള തെറ്റും ശരിയും ഇവിടെ നമ്മൾ സർക്കാർ സംവിധാനത്തിനകത്ത് സംസാരിക്കാൻ പാടില്ല എന്ന്, അല്ലെങ്കിൽ മാധ്യമങ്ങളുമായിട്ട് മിണ്ടാനേ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു തിട്ടൂരമുറക്കാണ്. അത് ബേസിക്കലി നിങ്ങളുടെ സംസാര സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കാൻ നോക്കുകയാണ്. അത് നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ സർക്കാർ മാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ലല്ലോ നിയമവ്യവസ്ഥ, നമ്മുടെ സിസ്റ്റം അങ്ങനെയല്ലല്ലോ പ്രവർത്തിക്കേണ്ടത്. ഇപ്പോൾ ചില വ്യക്തികളുടെ ഈഗോ, ചില വ്യക്തികളുടെ വാശി, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് തീരുമാനങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു റൂൾ 6 ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ വ്യക്തമായിട്ട് പറയുകയാണെന്ന്, അങ്ങനെ ഒരു മുൻകൂർ അനുമതിയുടെ എവിടെയാവും പറഞ്ഞിട്ടില്ല ആവശ്യം. പക്ഷേ നമ്മളിപ്പോൾ നിയമം നടപ്പിലാവണമെന്നുണ്ടെങ്കിൽ സർക്കാർ മാറണം, അല്ലെങ്കിൽ നീതി ലഭിക്കണം എന്നുണ്ടെങ്കിൽ സർക്കാർ മാറണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി സാഡ് എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ മുൻപത്തെ എൻ്റെ സസ്പെൻഷൻ ഉത്തരവ് റിവ്യൂ ചെയ്യാൻ വേണ്ടി റിവ്യൂ കമ്മിറ്റി കൂടിയപ്പോൾ സസ്പെൻഷൻ തുടരേണ്ട കാര്യമില്ല, കാരണം എൻ്റെ ജോലിയുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മുടെ സസ്പെൻഷൻ റിവ്യൂ കമ്മിറ്റി എഴുതിയതാണ്. അത് മുഖ്യമന്ത്രിയുടെ കയ്യിലെത്തിയപ്പോൾ, ഇതിൻ്റെ ഫയൽ ഞാൻ വിവരാവകാശത്തിൽ എടുത്തുകൊണ്ടാണ് പറയുന്നത്, അതിൽ മുഖ്യമന്ത്രി എഴുതിയത് ഒന്നുകൂടെ പരിശോധിച്ചിട്ട് മാറ്റിയിട്ട് വീണ്ടും സമർപ്പിക്കാനാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നിട്ട് നോട്ട് കൊടുത്തു. നമ്മൾ ഫയലിനകത്ത് കാണാം, ചീഫ് സെക്രട്ടറി പറയുന്നു, രേഖപ്പെടുത്തിയിരിക്കുകയാണ് സസ്പെൻഷൻ റിവ്യൂ കമ്മിറ്റിയിലുള്ള അംഗങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ നോട്ട് കൊടുക്കാൻ. അപ്പോൾ ഈ സസ്പെൻഷൻ റിവ്യൂ കമ്മിറ്റിയൊക്കെ ഒരു പ്രഹസനമാക്കിയിരിക്കുകയാണ്. മുകളിൽ നിന്ന് പറയുന്നത് അതേപടി എഴുതി കൊടുക്കാനാണെങ്കിൽ ആ കമ്മിറ്റിയിലിരിക്കുന്ന അംഗങ്ങളും സ്വയം ചിന്തിക്കേണ്ടതാണ്, നിങ്ങൾ എന്തിനാണ് ആ കമ്മിറ്റിയിൽ ഇരിക്കുന്നതെന്ന്. അവനവൻ്റെ അഭിപ്രായം എഴുതാൻ വേണ്ടിയാണ് നമുക്ക് ശമ്പളം തരുന്നത്. അവനവൻ്റെ ഒപ്പീനിയൻ എഴുതുന്നതിന് പകരം മുകളിൽ നിന്ന് ആരോ കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ചിട്ട് എഴുതാനാണെങ്കിൽ നിങ്ങൾ ആ ജോലിക്ക് പറ്റിയ ആൾക്കാരല്ല. എന്ന് മാത്രമല്ല, ഇപ്പം മുഖ്യമന്ത്രി കൊടുത്തു എന്ന് പറയുന്ന ആ നോട്ട് ആ ഫയലിൽ അറ്റാച്ച് ചെയ്തിട്ടും കാണുന്നില്ല. അപ്പോൾ ഈ രഹസ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ എന്താണ് കൊടുത്തതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ചരിത്രം ഒരു അത്ര പിന്നോക്കം പോകണ്ടല്ലോ. 1 കൊല്ലം മുമ്പത്തെ കാര്യമാണ് ഈ പറയുന്നത്. ആദ്യത്തെ സസ്പെൻഷൻ സംബന്ധിച്ചിട്ടുള്ള സസ്പെൻഷൻ റിവ്യൂ കമ്മിറ്റിയുടെ നടപടിക്രമങ്ങളാണ് ഈ പറഞ്ഞത്. മുകളിൽ നിന്ന് പറയുന്ന നിർദ്ദേശം അനുസരിച്ച് തോന്നുംപടി എഴുതി കൊടുക്കുന്ന ഒരു സിസ്റ്റം. അതേ രീതി തന്നെയാണല്ലോ ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് റിവ്യൂ കമ്മിറ്റിയിൽ നിന്ന് പ്രത്യേകിച്ചൊരു വലിയ സംഭവം ഞാൻ പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. 2024 നവംബർ മുതൽ ഇതുവരെ 7-8 എത്രയോ തവണ കൂടിയല്ല. അതെ, എനിക്ക് തോന്നുന്നത് ഈ തീരുമാനം എടുക്കുന്നത് 1-2 പേരാണ്. ഇപ്പോൾ ഒരു IAS ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഒരു IAS ഓഫീസറുടെ ഡിസിപ്ലിനറി നടപടിക്രമങ്ങൾ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് ഡിസിഷൻ എടുക്കുന്നത് സത്യം പറഞ്ഞാൽ മുഖ്യമന്ത്രിയാണ്. കാരണം ഞങ്ങളുടെ ഡിസിപ്ലിനറി അതോറിറ്റി എന്ന് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്, റൂൾസിൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഈ പറഞ്ഞ വിഷയത്തിൽ ഒരു ഹിയറിംഗ് പോലും തരാൻ സൗകര്യപ്പെടുന്ന അവസ്ഥയിലല്ല എന്നാണ് മനസ്സിലാക്കുക. കാരണം പലതവണ ചോദിച്ചു, ഹിയറിംഗ് ആവശ്യപ്പെട്ടു. നമുക്കറിയാമല്ലോ, നാച്ചുറൽ ജസ്റ്റിസാണ്, തീരുമാനമെടുക്കുന്ന വ്യക്തി ഹിയറിംഗ് നടത്തണം. അപ്പോൾ ഡിസിപ്ലിനറി അതോറിറ്റി ആയിട്ടുള്ള മുഖ്യമന്ത്രി അദ്ദേഹം ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇത് ചീഫ് സെക്രട്ടറിക്കോ മറ്റാർക്കും ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. മുഖ്യമന്ത്രി തന്നെയാണ് ഡിസിപ്ലിനറി അതോറിറ്റി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഹിയറിംഗ് ആവശ്യപ്പെട്ടിട്ട് 1.5 കൊല്ലമായിട്ട് അദ്ദേഹത്തിന് സമയം കിട്ടിയിട്ടില്ല ഹിയറിംഗ് നടത്താൻ. പക്ഷേ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്.
തീരുമാനങ്ങൾ ഏകപക്ഷീയമായിട്ട് എൻ്റെ ഭാഗം കേൾക്കാതെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേറ്റവും ലേറ്റസ്റ്റാണ് ഇപ്പോൾ ഈ കണ്ടത്. വഴിയെ പോകുന്ന ഏതോ ഒരാൾ പരാതിപ്പെട്ടിരിക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡാണ്, സ്ട്രെയിറ്റ് അവേ സസ്പെൻഷനാണ്. അല്ലാതെ എന്താണ് പരാതി എന്ന് ഞാനെങ്കിലും അറിയണ്ടേ? ഒരു മിനിമം മര്യാദയൊക്കെ വേണ്ടേ?